ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഗ് ബോസ് ഇന്നലെ ആ, കുറച്ച് പേർക്ക് അറിയായിരിക്കില്ല, എൻ്റെ വൈഫാണ് അതിൻ്റെ അകത്ത് ഡോക്ടർ ബിന്നി. അപ്പോൾ അവളുടെ ലൈഫ് സ്റ്റോറി പറയുന്ന സംഭവമായിരുന്നു. അപ്പം അതിൽ ഒത്തിരി ആൾക്കാർ വന്നിട്ട് നല്ല നല്ല പോസിറ്റീവ് കമൻസ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. കമൻസ് മാത്രമല്ല, കുറേ ആൾക്കാർ, എന്നെ അറിയാവുന്ന ആൾക്കാർ എനിക്ക് നേരിട്ട് മെസ്സേജ് അയച്ചു. അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയച്ചു. അങ്ങനെ കുറേ ആൾക്കാർ എന്നെയും അവളുടെ വീട്ടിലും എൻ്റെ വീട്ടിൽ വരെ ഇങ്ങനെ കുറേ പേര് ഇത് ചോദിച്ചു. പക്ഷെ അതിൻ്റെ ഇടയ്ക്കും കുറേ പേര് നെഗറ്റീവ് കമൻറ്റ് വിട്ടു. അപ്പോൾ എനിക്ക് ആ നെഗറ്റീവ് കമൻറ്റ് വന്നപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നി. കാരണം ചില ആൾക്കാർ പറയണത് ഇത് ബിഗ് ബോസിന് വേണ്ടി നമ്മളായിട്ടുണ്ടാക്കിയ സ്റ്റോറിയാണൊക്കെ. അപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ അത് ഓരോ ആൾക്കാരുടെ ലൈഫിൽ ഓരോരോ ഇഷ്യൂസും അങ്ങനെ സാധനങ്ങളൊക്കെ വരുമല്ലോ. അപ്പം ഇപ്പം ഈ നെഗറ്റീവ് കമൻറ്റ് അടിക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ അവരുടെ ലൈഫിലും എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസൊക്കെ ഉണ്ടായിട്ടുണ്ടായിരിക്കും. അപ്പം പുറമേ നിന്ന് ഒരാൾ വന്നിട്ട് ഇവൻ ഫേക്കാണ് പറയുന്നത്, നുണയാന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ അവർക്ക് എങ്ങനെ ഫീൽ ചെയ്യും? എനിക്കറിയാം, എൻ്റെ വൈഫിനൊക്കെ 3 വയസ്സായപ്പോഴും കണ്ട മമ്മി പോയെന്ന് പറഞ്ഞു. ഒരു 3 വയസ്സായ ഒരു കൊച്ചിനെ സംബന്ധിച്ചോളം ഒന്ന് ആലോചിച്ച് നോക്കി. അവരുടെ ഫാമിലിയൊക്കെ പോയി വേറെ വീട്ടിലൊക്കെ താമസിച്ച് കഴിയുമ്പോഴേ പിന്നെ അപ്പനോ അമ്മയൊന്നുമായിട്ട് യാതൊരു കോണ്ടാക്റ്റും ഇല്ല. ഇപ്പോഴത്തെ പോലത്തെ കാലഘട്ടമല്ലല്ലോ. പണ്ട് എപ്പോഴും ഫോൺ വിളിക്കാനൊന്നും പറ്റത്തില്ലല്ലോ, വല്ലപ്പോഴും അല്ലേ ഫോൺ വിളിക്കാൻ പറ്റും. അപ്പം അവൾക്ക് അവളുടെ ലൈഫിൽ അച്ഛൻ്റെ അമ്മയുടെ ഒക്കെ കിട്ടിയതിൻ്റെ കുറേ കാര്യങ്ങൾ അവൾക്ക് അറിയില്ല. അവൾക്ക് ഇപ്പം ഞാൻ പറയും എങ്ങനെയാണ് കെയറിങ് എക്സ്പ്രസ് ചെയ്യേണ്ടതെന്നൊന്നും അറിയില്ല. ഒത്തിരി ഉണ്ട്. ഞങ്ങൾ റിലേഷനായിരിക്കുന്ന ടൈമിലൊക്കെ നമ്മൾക്ക് കുറേ ആഗ്രഹം കാണുള്ളൂ, നമ്മുടെ വൈഫ് ഇങ്ങനെയൊക്കെ ചോദിക്കണം എന്നൊക്കെ. പുള്ളി ഒന്നും ചോദിക്കില്ല. അപ്പം ആദ്യമൊക്കെ ഞാൻ വിചാരിച്ചു. അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആളിങ്ങനെ മാറി മാറി വന്നു. അപ്പം ഈ പോസിറ്റീവ് കമൻറ്റ് ഇട്ട ആൾക്കാർക്ക് വരെ ഡൗട്ട് അടിക്കാവുന്ന രീതിക്കാണ് ഈ നെഗറ്റീവ് കമൻറ്റ് ഇടുന്നത്. അത് കുറേയൊക്കെ PR വർക്കിൻ്റെ ആൾക്കാരൊക്കെ ആയിരിക്കും ഇടുന്നത്, എനിക്ക് അറിഞ്ഞുകൂടാ. എങ്കിലും അങ്ങനെ പോലും ഇടുമ്പോഴേ ജസ്റ്റ് ഈ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാർക്കൊരു മാനസിക ഇതൊന്നും അവരവരുടെ ലൈഫിൽ അനുഭവിച്ചല്ലേ. നിങ്ങൾ ചിലപ്പം ഓരോ ആൾക്കാരുടെ നിന്നൊക്കെ ചിലപ്പോൾ പേയ്മെൻറ്റ് മേടിച്ചിട്ട് അങ്ങനെയൊക്കെ ആയിരിക്കും, നിങ്ങളുടെ ജോലിയാണ് നിങ്ങൾ ചെയ്യുന്നത്. എങ്കിലും അങ്ങനെ അത് വെറുതെ ഒരു കമൻ്റ് അടിക്കുമ്പോഴേ അപ്പോൾ അതൊരു ആർക്കെങ്കിലൊക്കെ അത് ഫീൽ ചെയ്യുമോ? അങ്ങനെ ഈ ബിഗ് ബോസ് സത്യം പറഞ്ഞാൽ ഞാൻ ഇപ്പോഴാണ് കാണുന്നത് ഈ സീസണിൽ. അപ്പം ഇവിടുന്ന് പോയപ്പോഴേ എന്നോട് ഓരോ ആൾക്കാർ പറഞ്ഞു ഇങ്ങനെ കമൻസ് സാധനങ്ങളൊക്കെ വരും, അത് നീ ഓൾറെഡി ഇതൊക്കെ കുഞ്ഞിതാണ്, ഇനിയും വലിയത് വരാതിരിക്കുന്നുള്ളൂ എന്നൊക്കെ എന്നോട് പറഞ്ഞതാ. പക്ഷെ എങ്കിലും ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് അവൾ അനുഭവിച്ചു പോയ കാര്യങ്ങളല്ലേ. അപ്പം അതിൽ കുറേ പേര് ഇങ്ങനെ നെഗറ്റീവ് പറഞ്ഞപ്പോൾ എനിക്കൊരു വിഷമം തോന്നി. അത്രയേ ഉള്ളൂ, അതൊന്ന് പറയാമെന്ന് തോന്നി. അപ്പം നമുക്ക് ഇതിനു വേണ്ടി നല്ല സപ്പോർട്ട് ചെയ്ത ഒത്തിരി ആൾക്കാരുണ്ട്. അപ്പം അവരോട് എല്ലാവരോടും ഭയങ്കര താങ്ക്സ്. ഇനിയും മാക്സിമം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക.